നാലാമത് പൗർണമി സംഗമം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. നഗരസഭാ മുൻ അധ്യക്ഷ ഷൈനി സണ്ണി ചൊറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയുടെ വിവിധയിടങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിലേക്കടക്കം യാത്ര ഒരുക്കിയിരുന്ന പൗർണമി ബസ് സർവീസ് ജീവനക്കാരുടെ സംഗമമാണ് സംഘടിപ്പിച്ചത്. ഹൈറേഞ്ചിന്റെ പൊതുവീതികളിൽ വർഷങ്ങളായി സുരക്ഷിത യാത്ര ഉറപ്പാക്കിയ ബസ് സർവീസിന്റെ പഴയ ജീവനക്കാരുടെ അടക്കമുള്ള കണ്ടുമുട്ടൽ കൂടിയായിരുന്നു സംഗമത്തിന്റെ ലക്ഷ്യം. വർഷങ്ങൾക്ക് മുമ്പേ പൗർണമിയിൽ ജോലിക്കുണ്ടായിരുന്നവരും നിലവിൽ ഉള്ളവരും എല്ലാം പരിപാടിയിൽ പങ്കെടുത്തു. കൂട്ടായ്മയിലൂടെ അംഗങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും കൂട്ടായുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് നാലാമത് പൗർണമി സംഗമം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. നഗരസഭാ മുൻ അധ്യക്ഷ ഷൈനി സണ്ണി ചൊറിയാൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ണാടി നന്നായെങ്കിൽ കണ്ണാടി വേണ്ടായിരുന്നു. ഞാനിവിടുന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷവാന്മാരായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും കണ്ട ഒരു സിനിമയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമ. അതിൻ്റെ അകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരിക്കണം, ഒരു ത്യാഗം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഒരു കൂട്ടുകെട്ട് മുമ്പോട്ട് പോകേണ്ടത് എന്ന് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ആരും കാണാത്തവരാണല്ലേ, എല്ലാവരും തന്നെ കണ്ട ഒരു സിനിമയാണ്. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഹൃദയസ്പർശിയായ ഒത്തിരി രംഗങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഉത്തമ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മൾ പകല് ഒറ്റയ്ക്ക് നടക്കുന്നതിൽ നല്ലത് അർദ്ധരാത്രി അല്ലെങ്കിൽ കൂരിരുട്ടിന്റെ ഭാവിയിൽ നമ്മുടെ ഒറ്റ ചങ്ങാതിയുടെ കൈ പിടിച്ച് നടക്കുന്നതാണ് ഉചിതമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ കൂട്ടായ്മ 7 വർഷമായി 2 വർഷമായിട്ട് മുടങ്ങി കിടക്കുമായിരുന്നു. ഇപ്പൊ 4ാമത്തെ വർഷമാണ്. ആ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇതൊരു കുടുംബമാണ്. പരിപാടിയിൽ കൂട്ടായ്മ പ്രസിഡന്റ് സാബു മാത്യു, സെക്രട്ടറി എ ജോസഫ്, അനൂപ് ദിവാകരൻ, അജയൻ കുമളി തുടങ്ങിയവർ സംസാരിച്ചു.